Welcome back to another segment of Learn Through Questions by GradMentor. So, we will discuss the agriculture question. Okay. So, previous year, 2022 CUET agriculture question paper question. So, we will question discuss this. So, this is our question. Okay. So, we question match the following question. Okay. So, list 1 and list 2 ഉണ്ട്. So, list 1 ൽ എന്താണ് temperature, rainfall, wind velocity, relative humidity. So, ഇതെല്ലാം എന്താ നമുക്കറിയാം elements of weather ആണ് അല്ലേ. So, temperature, rainfall, wind velocity and relative humidity നമ്മുടെ first unit വരുന്ന portion ആണ്. Okay, and correspondingly list 2 എന്താണ് anemometer, ordinary rain gauge, thermometer and hygrometer ആണ്. Okay, so ഇതൊക്കെ എന്താ നമുക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് question കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഓരോ elements of weather നെയും നമ്മൾ measurement ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഓക്കെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ലിസ്റ്റ് 2 ൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ബേസിക്കലി എന്താ ഇതൊക്കെ അറിയാം എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ടെമ്പറേച്ചർ എന്താണ് തെർമോമീറ്റർ ആണ്, റെയിൻഫോൾ എന്താണ് റെയിൻ ഗേജ് ആണ്, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ പോലും നമുക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് ഈസ് ടെമ്പറേച്ചർ. ഓക്കെ, സോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം ഒരു സബ്സ്റ്റൻസ് നമ്മളിപ്പോൾ എടുക്കുന്നു, അതിൻ്റെ ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ് അതിൻ്റെ ഡിഗ്രീനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് തെർമോമീറ്റർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് അല്ലേ. സോ ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ സബ്സ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ബൈ വാട്ട് തെർമോമീറ്റർ. ഓക്കെ, സോ ഒരു സബ്സ്റ്റൻസിൻ്റെ ഡിഗ്രി അതായത് എന്തിൻ്റെ ഡിഗ്രി അതിൻ്റെ ഹോട്ട്നെസ് ഇല്ലെങ്കിൽ കോൾഡ്നെസ് ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് നമ്മൾ എടുക്കുന്നു, ആ സബ്സ്റ്റൻസിൻ്റെ ഹോട്ട്നെസ് ഇല്ലെങ്കിൽ കോൾഡ്നെസ്സിനെ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഗ്രി അതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് അത് മെഷർ ചെയ്യുന്നത് എന്താണ് തെർമോമീറ്റർ ആണ്. ഓക്കെ, തെർമോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത്. ആൻഡ് ഒരു സബ്സ്റ്റൻസിന്റെ വിതിൻ അതായത് അതിന്റെ ഇൻസൈഡ് പോർഷനിലും ഇല്ലെങ്കിൽ രണ്ട് സബ്സ്റ്റൻസ് നമ്മൾ എടുക്കുമ്പോൾ ആൻഡ് ഇൻ ബിറ്റ്വീൻ ഓക്കെ അതിന്റെ ഇൻ ബിറ്റ്വീനിലും നടക്കുന്ന ഹീറ്റ് ഫ്ലോ മെയിൻലി 3 പ്രോസസ്സ് വഴിയാണ് നടക്കുന്നത്. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം, നമ്മളിപ്പോൾ രണ്ട് സബ്സ്റ്റൻസ് എടുക്കുന്നു, ആ രണ്ട് സബ്സ്റ്റൻസിന്റെയും ഇൻ ബിറ്റ്വീൻ അതുപോലെ ഒരു സബ്സ്റ്റൻസിൻ്റെ വിതിൻ അല്ലെങ്കിൽ ഔട്ട്സൈഡ് എവിടേക്കോ ഹീറ്റ് ഫ്ലോ എവിടെയൊക്കെ നടക്കാമോ അവിടെ എല്ലാം നടക്കുന്നത് മെയിൻലി 3 പ്രോസസ്സ് വഴിയിട്ടാണ് അല്ലെങ്കിൽ 3 ഫിനോമിനൻ വഴിയിട്ടാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് കണ്ടക്ഷൻ, convection and radiation. Okay, so heat flow between and within the substances takes place by 3 processes. And what are they? Conduction, convection and radiation. Very very important ആണ്. ഓക്കെ, സോ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനെ മാത്രം എയിം ചെയ്തല്ല ഈ ഒരു പോർഷൻ പഠിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, സോ ഒന്നും കൂടെ പറയാം, നമ്മുടെ ഒരു സബ്സ്റ്റൻസസിനകത്ത് വിതിനും അതുപോലെ ഇൻ ബിറ്റ്വീനും നടക്കുന്ന ഹീറ്റ് ഫ്ലോ മെയിൻലി ഒക്കർ ചെയ്യുന്നത് 3 പ്രോസസ്സ് വഴിയാണ്. ഒന്ന് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഓക്കെ, സോ ഇത് മൂന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഈസ് കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ മോളിക്യുലർ ആക്ടിവിറ്റി ഈസ് കോൾഡ് വാട്ട് conduction. As the first molecule is heated, it's speeded up and transferred to the adjacent molecules. Okay, so ഒരു മോളിക്യൂളിൽ ഒരു മോളിക്യൂളിൽ നമ്മൾ ഒരു സബ്സ്റ്റൻസ് നമ്മൾ എടുക്കുന്നു, ആ ഒരു സബ്സ്റ്റൻസിൽ പലതരം മോളിക്യൂൾസ് ഉണ്ടായിരിക്കും അല്ലേ. സോ അതിനകത്ത് ഒരു മോളിക്യൂൾ ആദ്യം ഹീറ്റഡ് അപ്പ് ആവും ആൻഡ് ആ ഒരു പ്രോസസ്സ് സ്പീഡപ്പ് ആവും ആൻഡ് ദെൻ ഇറ്റ് വിൽ ഗെറ്റ് ട്രാൻസ്ഫേർഡ് ടു ദി അഡ്ജസൻറ്റ് മോളിക്യൂൾസ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിൽ ഒരു മോളിക്യൂൾ ഹീറ്റായി ആൻഡ് ദാറ്റ് ഒരു പ്രോസസ്സ് സ്പീഡപ്പ് ആയി ആൻഡ് അടുത്ത മോളിക്യൂൾസ് അല്ലെങ്കിൽ അഡ്ജസൻറ്റ് മോളിക്യൂൾസിലേക്ക് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് എന്ത് നമുക്ക് പറയാം ബൈ മോളിക്യുലർ ആക്ടിവിറ്റി. ഓക്കെ, മോളിക്യുലർ ആക്ടിവിറ്റി വഴി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കണ്ടക്ഷൻ. ഓക്കെ, സോ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു സബ്സ്റ്റൻസ് എടുത്തു, ആ സബ്സ്റ്റൻസിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു മോളിക്യൂളിൽ ആദ്യം ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ ദി ഫസ്റ്റ് മോളിക്യൂൾ ഈസ് ഹീറ്റഡ് ആൻഡ് ദെൻ ഇറ്റ് വിൽ ഗെറ്റ് സ്പീഡഡ് അപ്പ്. ആ ഒരു പ്രോസസ്സ് സ്പീഡപ്പ് ആവും ആൻഡ് ദെൻ ഇറ്റ് വിൽ ഗെറ്റ് ട്രാൻസ്ഫർ ടു ദി അഡ്ജസൻറ്റ് മോളിക്യൂൾസ്. തൊട്ടടുത്തിരിക്കുന്ന മോളിക്യൂൾസിലേക്ക് ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ആവും. അപ്പം നമുക്ക് പറയാൻ പറ്റും ആ ഒരു മോളിക്യുലർ ആക്ടിവിറ്റി വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ വിത്തിൻ ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ലിക്വിഡ്സിനകത്തും ഗ്യാസസിനകത്തും നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ആ ഒരു പ്രോസസ്സ് എവിടെ നിന്നാണ് റിസൾട്ട് ചെയ്യുന്നത്, ഫ്രം ദി മോഷൻ ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സിൻ്റെ മൂവ്മെൻറ്റിൽ നിന്നുമാണ് ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ലിക്വിഡ്സിനകത്തും ഗ്യാസസിനകത്തും നടക്കുന്നത്. ഓക്കെ, സോ ഹീറ്റ് ട്രാൻസ്ഫർ വിത്തിൻ ദ ലിക്വിഡ് ആൻഡ് ഗ്യാസസ് റിസൾട്ടിങ് ഫ്രം ദി മോഷൻ ഓഫ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് വാട്ട് കൺവെക്ഷൻ. സോ കൺവെക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ടെക്സ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒക്കർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്രം വിച്ച് റിസൾട്ട് ഏത് റിസൾട്ടിൽ നിന്നുമാണ് അത് ഒക്കർ ചെയ്യുന്നത്, ഫ്രം ദി മോഷൻ ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സിൻ്റെ മൂവ്മെൻറ്റിൽ നിന്നും
എന്താണ് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. എവിടേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? വിത്തിൻ വാട്ട്? വിത്തിൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. സോ ലിക്വിഡ്സിനകത്തും ഗ്യാസസിനകത്തും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിൻ്റെ റിസൾട്ടിൽ നിന്നുമാണ്? ഫ്രം ദി മോഷൻ ഓഫ് ഫ്ലൂയിഡ്സ്. അതായത് ഫ്ലൂയിഡ്സിൻ്റെ മൂവ്മെൻറ്റിൽ നിന്നുമാണ് ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ വിത്തിൻ ലിക്വിഡ് ആൻഡ് ഗ്യാസസ് നടക്കുന്നത്. ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് വാട്ട്? കൺവെക്ഷൻ. Okay, and is much faster than convection. When we compare to the conduction phenomenon, convection process is much faster. So next is radiation. Radiation is the transfer of energy by electromagnetic waves moving at the speed of light. Electromagnetic waves ആണ് എന്താണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ് അല്ലേ? അതെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും വൈബ്രേഷനിൽ നിന്നുമുള്ള റിസൾട്ട്, അതിൽ നിന്നും കിട്ടുന്ന വേവ്സ്, ആ ഒരു റിസൾട്ടിനെയാണ് നമ്മൾ electromagnetic waves എന്ന് പറയുന്നത്. Radiation is the transfer of energy by electromagnetic waves and that is moving at the speed of light. ലൈറ്റിൻ്റെ സ്പീഡിലാണ് ഈ ഒരു മൂവ്മെൻറ്റ് ഓഫ് ഹീറ്റ് നടക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് എനർജി. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ബൈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആൻഡ് റേഡിയേഷൻ ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ. ഇത് ഒരു MCQ ആയിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ? അല്ലെങ്കിൽ എന്താണ് വിച്ച് ഫിനോമിനൻ എമംഗ് കണ്ടക്ഷൻ ആൻഡ് റേഡിയേഷൻ that does not require a medium for heat transfer. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു മീഡിയത്തിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, ആവശ്യം ഇല്ലാതെ ഏത് ഫിനോമിനൻ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്? That does not require a medium. So the answer is what? Radiation. Radiation is the answer. So next is rainfall. Okay, so നമ്മൾ ടെമ്പറേച്ചർ നോക്കി. ടെമ്പറേച്ചർ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഒരു സബ്സ്റ്റൻസിൻ്റെ ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ്, അതിൻ്റെ ഡിഗ്രി, അതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്. ആൻഡ് ആ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് വാട്ട്? തെർമോമീറ്റർ. ആൻഡ് അത് നടക്കുന്നത് 3 പ്രോസസ് ആണെന്ന് നമ്മൾ പറഞ്ഞു: കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അത് മൂന്നും എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. സോ നെക്സ്റ്റ് ഈസ് റെയിൻഫോൾ. റെയിൻഫോൾ എന്ന് പറയുമ്പോൾ എന്താ? മഴ അല്ലേ? സോ റെയിൻഫോൾ ഒക്കറിങ് ഓവർ ഇന്ത്യ ഡ്യൂറിങ് സമ്മർ മൺസൂൺ സീസൺ ആണ്. ജനറലി സ്റ്റാർട്ട്സ് ഇൻ ജൂൺ ആൻഡ് എൻഡ്സ് ഇൻ സെപ്റ്റംബർ. സോ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അത് നമുക്ക് വേണമെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, റെയിൻഫോൾ യൂഷ്വലി ഇന്ത്യയിൽ നടക്കുന്ന സമയം എപ്പോഴാണ്? ജനറലി സ്റ്റാർട്ട്സ് ഇൻ ജൂൺ ആൻഡ് എൻഡ്സ് ഇൻ സെപ്റ്റംബർ. ബട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വെയിലേ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് മഴ പെയ്യുന്നില്ല, വെയിലാണ്. വെയിലുള്ള സമയത്ത് മഴയാണ് പെയ്യുന്നത്. സോ നമുക്കത് ഇപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിച്ചിരിക്കണം. മൺസൂൺ സീസൺ ഇന്ത്യയിൽ യൂഷ്വലി എപ്പോഴാണ്? Generally starts in June and ends in September. Okay, and significantly affects the agriculture production of country. Definitely it is affecting the agriculture production of the country. And rainfall നമ്മൾ measure ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്താണ്? Rain gauge ആണ്. Okay, so rain gauge is the instrument used to measure rainfall. ആൻഡ് ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് ഓർഡിനറി റെയിൻ ഗേജ് എന്ന് പറയും. സോ നമ്മൾ യൂഷ്വലി റെയിൻഫോൾ മെഷർ ചെയ്യുന്നത് ഓർഡിനറി റെയിൻ ഗേജ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ദിസ് ഈസ് ഗ്ലാസ് റെയിൻ ഗേജ്. ഓക്കെ, ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു ഗ്ലാസ് ആയിരിക്കും, അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഗ്ലാസ് ആണ്. ഇതും നമ്മൾ റെയിൻഫോൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. പക്ഷെ കൂടുതലും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഓർഡിനറി റെയിൻ ഗേജ് വെച്ചിട്ടാണ്. ഫൈൻ. സോ നെക്സ്റ്റ് ഈസ് വിൻഡ് വെലോസിറ്റി. ഓക്കെ, വിൻഡ് വെലോസിറ്റി അല്ലെങ്കിൽ വിൻഡ് എന്ന് പറയുന്നത് എന്താ? സിംപ്ലി നമുക്ക് വിൻഡിൻ്റെ ഡെഫിനേഷൻ പറയാനായിട്ട് പറ്റും. വാട്ട്? ഇറ്റ് ഈസ് ദി മൂവ്മെൻറ്റ് ഓഫ് എയർ. സിംപ്ലി നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ. പക്ഷേ ഏത് ഡയറക്ഷൻ അല്ലെങ്കിൽ ഏതൊരു മൂവ്മെൻ്റ് ആണ് അവിടെ നമ്മൾ പറഞ്ഞത്? നമുക്കറിയാം ഒബ്വിയസ്ലി അത് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കും അത് ആ ഒരു എയർ മൂവ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. സോ വിൻഡ് ഈസ് ദി എയർ ഇൻ ഹൊറിസോണ്ടൽ മോഷൻ വിച്ച് ട്രാവൽസ് ഫ്രം എ high pressure area to a low pressure area. Very very important. Okay, so വിൻഡിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ വിൻഡിനെ മൂവ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ, വിൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എയർ മൂവ്മെൻ്റ് ആണ് അല്ലേ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന എയറിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം വെയർ ടു വെയർ, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? ഫ്രം എ ഹൈ പ്രഷർ ഏരിയ ടു എ ലോ പ്രഷർ ഏരിയ. ഓക്കെ, സോ വിൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി എയർ ഇൻ ഹൊറിസോണ്ടൽ മോഷൻ. ഓക്കെ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ഓഫ് എയറിനെ വിളിക്കുന്ന പേരാണ് വിൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എയർ ഇൻ ഹൊറിസോണ്ടൽ മോഷൻ വിച്ച് ട്രാവൽസ് ഫ്രം വെയർ ടു വെയർ ഫ്രം എ ഹൈ പ്രഷർ ഏരിയ ടു എ ലോ പ്രഷർ ഏരിയ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ 2 ടേംസ് വരുന്നുണ്ട്. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ, സോ വിൻഡ്വേർഡ് ആൻഡ് ലീവേർഡ്. വിൻഡ്വേർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദി ഡയറക്ഷൻ ഫ്രം വിച്ച് ദ വിൻഡ് കംസ്. അതായത് അതിൻ്റെ സോഴ്സ്, വിൻഡിൻ്റെ സോഴ്സ്, ആ ഒരു മൂവ്മെൻറ്റ് ഓഫ് എയറിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? അതിനെ വിളിക്കുന്ന പേരാണ് വിൻഡ് വേർഡ്സ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ വിൻഡ് വേർഡ് റെഫേഴ്സ് ടു ദി ഡയറക്ഷൻ ഫ്രം വിച്ച് ദ വിൻഡ് കംസ്. സോ അതായത് വിൻഡിൻ്റെ സോഴ്സ്, അത് തന്നെയാണ് നമ്മൾ വിൻഡ് വേർഡ് എന്ന് പറയുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ലീവേർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
അത് എങ്ങോട്ട് പോകുന്നു, ആ ഒരു മൂവ്മെന്റ് ഓഫ് എയർ എങ്ങോട്ടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, അതിനെയാണ് നമ്മൾ ലീവേർഡ് എന്ന് പറയുന്നത്. സോ ലീവേർഡ് റെഫേഴ്സ് ടു ദി ഡയറക്ഷൻ ടുവേർഡ്സ് വിച്ച് ഇറ്റ് ബ്ലോസ്. അത് പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എവിടെ നിന്ന് വരുന്നു ആൻഡ് എവിടേക്ക് പോകുന്നു, എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വിൻഡ്വേർഡ്സും ആൻഡ് അത് പോകുന്ന അല്ലെങ്കിൽ ബ്ലോ ചെയ്യുന്ന ഡയറക്ഷനെ വിളിക്കുന്ന പേര് ലീവേർഡ് എന്നുമാണ്. സോ വിൻഡ്വേർഡ് റെഫേഴ്സ് ടു ദി ഡയറക്ഷൻ ഫ്രം വിച്ച് ദ വിൻഡ് കംസ് ആൻഡ് ലീവേർഡ് റെഫേഴ്സ് ടു ദി ഡയറക്ഷൻ ടുവേർഡ്സ് വിച്ച് ഇറ്റ് ബ്ലോസ്. സിമ്പിൾ അല്ലേ? ഓക്കെ. And the speed with which wind is flowing is called wind velocity. Simple. So wind എന്താണ്? നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ മൂവ്മെന്റിലുള്ള എയർ. ആ ഒരു ഹൊറിസോണ്ടൽ എയർ മൂവ്മെന്റിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. ഫ്രം എ ഹൈ പ്രഷർ ഏരിയ ടു എ ലോ പ്രഷർ ഏരിയ. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ എയർ ഇൻ ഹൊറിസോണ്ടൽ മോഷൻ വിച്ച് ട്രാവൽസ് ഫ്രം എ ഹൈ പ്രഷർ ഏരിയ ടു എ ലോ പ്രഷർ ഏരിയ. അതിനെയാണ് നമ്മൾ സിംപ്ലി വിൻഡ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ആ ഒരു മൂവ്മെന്റിൽ എന്തായിരിക്കും ഒരു സ്പീഡ് ഉണ്ടായിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ സ്പീഡിനെ വിളിക്കുന്ന പേരാണ് വിൻഡ് വെലോസിറ്റി. സിമ്പിൾ ആസ് ഇറ്റ് ഈസ് അല്ലേ? So the speed with which wind is flowing is called wind velocity. And the next is very, very important. ഏത് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിൻഡ് വെലോസിറ്റി മെഷർ ചെയ്യുന്നത്? നമുക്ക് കുഞ്ഞു ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്, പക്ഷെ എന്നാൽ പോലും മിക്കവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വിൻഡ് വെലോസിറ്റി ഈസ് മെഷേർഡ് ബൈ അനിമോമീറ്റർ. സോ ഇതാണ് അനിമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വിൻഡ് വെലോസിറ്റി ഈസ് മെഷേർഡ് ബൈ ഒരു വിൻഡിന്റെ ആ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ എയറിന്റെ മൂവ്മെന്റ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. Okay, so it is the air in horizontal motion which travels from a high pressure area to a low pressure area. ആ ഒരു മൂവ്മെന്റിന്റെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് വാട്ട്? അനിമോമീറ്റർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം, സിംപ്ലി ദി വാട്ടർ വേപ്പർ കണ്ടന്റ്. അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു വാട്ടർ കണ്ടന്റിന്റെ ആ ഒരു അംശം, അതിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, so it refers to the water vapor content of the atmosphere. Okay, so ചുറ്റും നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ ചുറ്റും കാണുന്ന അറ്റ്മോസ്ഫിയറിൽ ഉള്ള വാട്ടർ വേപ്പറിന്റെ കണ്ടന്റിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമിഡിറ്റി. ഓക്കെ, so it refers to the water vapor content of the atmosphere. And higher the temperature, more is the amount of water vapor that can be held by the atmosphere. So ഈ ഒരു പ്രൊപ്പോർഷൻ ഓർത്തിരിക്കുക, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്തായിരിക്കും? amount of water vapor that can be held by the atmosphere is also കൂടുതലായിരിക്കും. ഓക്കെ, സോ വാട്ടർ വേപ്പർ കണ്ടന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ഹയർ ദി ടെമ്പറേച്ചർ, മോർ ഈസ് ദി എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ. സോ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഹയർ ദി ടെമ്പറേച്ചർ, മോർ ഈസ് ദി എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ. ആൻഡ് നെക്സ്റ്റ് ഈസ് ദി എയർ ഈസ് സെഡ് ടു ബി സാച്ചുറേറ്റഡ്. എപ്പോഴാണ് എയർ സാച്ചുറേറ്റഡ് ആവുന്നത്? when it holds maximum amount of water vapor at a particular temperature. ഓക്കെ, സോ നമ്മുടെ എയർ എപ്പോഴാണ് സാച്ചുറേറ്റഡ് ആവുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? അറ്റ്മോസ്ഫിയറിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ആ ഒരു സമയത്താണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എയർ ഈസ് സാച്ചുറേറ്റഡ്. ഓക്കെ, സോ ദി എയർ ഈസ് സെഡ് ടു ബി സാച്ചുറേറ്റഡ് when it can hold maximum amount of water vapor at a particular temperature. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എയർ ബിക്കം സാച്ചുറേറ്റഡ്. ഓക്കെ, സോ വെൻ ദി എയർ ഈസ് സാച്ചുറേറ്റഡ്, എപ്പോഴാണ് എയർ ഈസ് സാച്ചുറേറ്റഡ്? എയർ ഈസ് സെഡ് ടു ബി സാച്ചുറേറ്റഡ് വെൻ ഇറ്റ് ഹോൾഡ്സ് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. തറവല്ലേ? ഓക്കെ, ആൻഡ് അതോടൊപ്പം തന്നെ ഇപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതനുസരിച്ച് എന്തായിരിക്കും? ദ അറ്റ്മോസ്ഫിയർ ബിക്കംസ് അൺസാച്ചുറേറ്റഡ്. ആ ഒരു സാച്ചുറേഷൻ അല്ലെങ്കിൽ ആ ഒരു വെറ്റ് കണ്ടീഷൻ മാറും. ഓക്കെ, സോ ദാറ്റ് എന്തായിരിക്കും? കൂടുതൽ വാട്ടർ വേപ്പറിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇഫ് ദി ടെമ്പറേച്ചർ റൈസസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ദ അറ്റ്മോസ്ഫിയർ ബിക്കംസ് അൺസാച്ചുറേറ്റഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് സം മോർ വാട്ടർ വേപ്പർ. ആൻഡ് ഹ്യൂമിഡിറ്റി നമ്മൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഹൈഗ്രോമീറ്റർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മറക്കരുത്. ഓക്കെ, സോ ദ ഹൈഗ്രോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദി ഹ്യൂമിഡിറ്റി. സോ വിൻഡ് വെലോസിറ്റിയും ഹ്യൂമിഡിറ്റി മാറിപ്പോരുത്. വിൻഡ് വെലോസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് അനിമോമീറ്റർ ആൻഡ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് വാട്ട്? ഹൈഗ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ അല്ല, ഹൈഗ്രോമീറ്റർ. ആൻഡ് ദിസ് ഈസ് ദ ഫിഗർ ഓഫ് ഹൈഗ്രോമീറ്റർ. ഓക്കെ, സോ ഹൈഗ്രോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനാണ്. Okay, so next we can go back to the question. Okay, so come back again to the question. So ഇതാണ് നമ്മുടെ question. ടെമ്പറേച്ചർ ഏത് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്? നമുക്കറിയാം, തെർമോമീറ്റർ അല്ലേ? ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തെർമോമീറ്റർ ആണ് ആൻസർ. ആൻഡ് സെക്കൻഡ് ഈസ് റെയിൻഫോൾ. റെയിൻഫോൾ എന്തായിരുന്നു?
ഓർഡിനറി റെയിൻ ഗേജ് അല്ലേ. സോ യൂഷ്വലി ഓർഡിനറി റെയിൻ ഗേജ് യൂസ് ചെയ്തിട്ടാണ് റെയിൻഫോൾ മെഷർ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് റെയിൻ ഗേജും യൂസ് ചെയ്യും. സോ കോമൺലി നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ഓർഡിനറി റെയിൻ ഗേജ് വഴിയാണ്. ഓക്കെ, സോ റെയിൻഫോൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്താണ്? ഓർഡിനറി റെയിൻ ഗേജ്. ആൻഡ് സി വിൻഡ് വെലോസിറ്റി. വിൻഡ് വെലോസിറ്റി എന്തായിരുന്നു? നമുക്കറിയാം അനിമോമീറ്റർ അല്ലേ. സോ വിൻഡ് വെലോസിറ്റി ഈസ് മെഷേർഡ് ബൈ വിച്ച് ഇൻസ്ട്രുമെന്റ്? അനിമോമീറ്റർ. ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് മെഷേർഡ് ബൈ ഹൈഗ്രോമീറ്റർ. മാറിപ്പോരുത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസിലി നമുക്ക് ഇവിടെ 5 മാർക്കും സ്കോർ ചെയ്യാം. നമുക്കറിയാലോ നമ്മുടെ ഒരു ക്വസ്റ്റ്യന് 5 മാർക്സ് ആണ്. കറക്റ്റ് ആൻസറിന് 5 മാർക്സ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? തെറ്റിപ്പോവുകയാണെങ്കിൽ -1 മാർക്ക് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈസിലി 5 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെ, നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു പോർഷനാണ്. പക്ഷേ ഈ ഒരു ടെമ്പറേച്ചറും റെയിൻഫോളും നമുക്ക് അറിയാമായിരിക്കും. പക്ഷേ വിൻഡ് വെലോസിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ചിലർക്ക് തെറ്റിപ്പോവാം. Okay, so wind velocity is measured by anemometer and relative humidity is measured by hygrometer. Okay, so A എന്ന് പറയുമ്പോൾ 3 ആണ്. So A എന്ന് പറയുമ്പോൾ 3 ആണ് and B എന്ന് പറയുമ്പോൾ എന്താണ്? 2 ആണ്. ഓപ്ഷൻ 2 ആണ്. C is option 1 and option D എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. Okay, option 4 is the answer. So question, choose the correct answer from the option. ഇതാണ് നമ്മുടെ question അല്ലേ. So A3, B2, C1 and D4. The answer is option 3. Okay, option C is the answer. So ഇവിടെ വന്നിട്ട് option 3 ആണ് നമ്മുടെ correct answer. ബാക്കിയെല്ലാം wrong ആണ്. Okay, so എല്ലാവർക്കും ഈ ഒരു question thorough എന്ന് വിചാരിക്കുന്നു. So ഇനിയും ഇതുപോലത്തെ previous year questions നമ്മൾ ഡിസ്കസ് ചെയ്യും. So for more updates and for more videos like this, please subscribe our YouTube channel GradMentor. Thank you.